എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ 36ാം പോരാട്ടമായ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള പോരാട്ടവും പൂർത്തിയായതിനു ശേഷം ഏറ്റവും പുതിയ പോയിന്റ് പട്ടിക പുറത്തുവരുമ്പോൾ ടൂർണമെന്റിൽ വൻ ഭൂകമ്പമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓരോ മത്സരവും കഴിയുന്തോറും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളിലൂടെയും ടേണുകളിലൂടെയുമാണ് ഈ സീസൺ കടന്നുപോകുന്നത്. ചില വമ്പൻ ടീമുകൾ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന ആശങ്കയിലാണെങ്കിൽ മറ്റു ചിലർ കിരീടത്തിലേക്ക് കുതിക്കാൻ പാകത്തിൽ തങ്ങളുടെ സിംഹാസനം ഉറപ്പിച്ചു കഴിഞ്ഞു. പുതിയ കണക്കുകൾ പ്രകാരം പ്ലേ ഓഫ് സമവാക്യങ്ങൾ അടിമുടി മാറിയിരിക്കുന്നു. ജീവൻ മരണ പോരാട്ടങ്ങളുടെ ഈ നിർണായക ഘട്ടത്തിൽ ഏത് ടീമാണ് മുന്നിൽ, ആർക്കാണ് അടിതെറ്റിയതെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഏറ്റവും താഴെ 10ാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അവരുടെ ആരാധകർക്ക് കടുത്ത നിരാശ സമ്മാനിച്ചുകൊണ്ട് 7 മത്സരങ്ങളിൽ നിന്ന് വെറും 1 വിജയവുമായി 3 പോയിന്റ് മാത്രമാണ് അവരുടെ സമ്പാദ്യം. ഒരു മത്സരം ഫലമില്ലാതെ അവസാനിച്ചപ്പോൾ 5 എണ്ണത്തിൽ അവർ തോൽവി രുചിച്ചു. -0.879 എന്ന മോശം നെറ്റ് റൺ റേറ്റ് ഉള്ള കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വൻ മാർജിനിൽ ജയിച്ചേ തീരൂ. അതൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. തൊട്ടുമുകളിൽ 9ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. 7 മത്സരങ്ങളിൽ 5 തോൽവികളും വെറും 2 വിജയവുമായി 4 പോയിന്റുള്ള അവരുടെ ഏറ്റവും വലിയ തലവേദന -1.277 എന്ന പരിതാപകരമായ നെറ്റ് റൺ റേറ്റ് ആണ്. ഇനി ഒരു തോൽവി കൂടി വഴങ്ങിയാൽ ലക്നൌവിന്റെ ഈ സീസണിലെ കഥ അവിടെ അവസാനിക്കും. 8ാം സ്ഥാനത്തുള്ളത് സാക്ഷാൽ മുംബൈ ഇന്ത്യൻസ് ആണ്. 5 തവണ കപ്പുയർത്തിയ ആ പഴയ പ്രതാപമൊന്നും ഈ സീസണിൽ അവർക്കില്ല. 7 മത്സരങ്ങളിൽ നിന്ന് വെറും 2 ജയവും 5 തോൽവിയുമായി 4 പോയിന്റ് മാത്രമുള്ള മുംബൈയുടെ നെറ്റ് റൺ റേറ്റ് -0.736 ആണ്. പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ ഇനിയുള്ള ഓരോ മത്സരവും അവർക്ക് ഫൈനലിന് തുല്യമാണ്. ഒരു ചെറിയ പിഴവ് പോലും അവർക്ക് ടൂർണമെന്റിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴിയൊരുക്കും. ഇനി മധ്യനിരയിലെ കടുത്ത പോരാട്ടങ്ങളിലേക്ക് വരാം. ഇവിടെ 3 ടീമുകൾ ഒരേ പോയിന്റുമായി നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടുകയാണ്. 7ാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ് 7 മത്സരങ്ങളിൽ 3 വിജയവും 4 തോൽവിയുമായി 6 പോയിന്റും -0.790 എന്ന മോശം നെറ്റ് റൺ റേറ്റും നേടിയിട്ടുണ്ട്. 6ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ ഡൽഹി ക്യാപിറ്റൽസിന് ഗുജറാത്തിനെ പോലെ തന്നെ 7 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റാണ് ഉള്ളതെങ്കിലും -0.184 എന്ന അല്പം ഭേദപ്പെട്ട നെറ്റ് റൺ റേറ്റ് അവർക്ക് ഗുണകരമായി. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനുമുള്ളത് 7 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് തന്നെയാണ്. അതായത് 3 ജയം 4 തോൽവി. എന്നാൽ +0.118 എന്ന പോസിറ്റീവ് നെറ്റ് റൺ റേറ്റ് അവരെ ഡൽഹിക്കും ഗുജറാത്തിനും മുകളിലെത്തിച്ചു. ഈ 3 ടീമുകൾക്കും ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ്. ഒരു ജയമോ തോൽവിയോ പട്ടികയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഇനി ടൂർണമെന്റിലെ ഏറ്റവും ആവേശകരമായ ടോപ്പ് 4ലേക്ക് കടക്കാം. ഇവിടെ തീ പാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. അവസാന മത്സരത്തിലേറ്റ തോൽവിക്ക് ശേഷം 4ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ്. 8 മത്സരങ്ങൾ പൂർത്തിയാക്കിയവർ 5 എണ്ണത്തിൽ തകർപ്പൻ വിജയം നേടി 10 പോയിന്റും +0.602 എന്ന നെറ്റ് റൺ റേറ്റും സ്വന്തമാക്കി. മത്സരങ്ങളിലെ അപ്രതീക്ഷിത തിരിച്ചടികൾ മൂലം അവർ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും 15-കാരൻ വൈഭവിന്റെ ഉൾപ്പെടെയുള്ളവരുടെ തളരാത്ത പോരാട്ട വീര്യവും കൂർമ്മബുദ്ധിയുമാണ് ആ ടീമിന്റെ ഏറ്റവും വലിയ കരുത്ത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റന്റെ തന്ത്രങ്ങളും ബാറ്റർമാരുടെ മികച്ച ഫോമും വെച്ച് നോക്കുമ്പോൾ അവർ ഈ ചെറിയ തിരിച്ചടികളിൽ നിന്ന് അതിശക്തമായി തന്നെ തിരിച്ചുവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാജസ്ഥാൻ പ്ലേ ഓഫിൽ വലിയൊരു ഭീഷണി തന്നെയായിരിക്കും. എന്നാൽ 3ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. അവരും 8 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങളോടെ 10 പോയിന്റ് നേടിയിട്ടുണ്ട്. എന്നാൽ രാജസ്ഥാനേക്കാൾ മികച്ച +8.15 എന്ന മികച്ച നെറ്റ് റൺ റേറ്റാണ് അവരെ 3ാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവസാന 5 മത്സരങ്ങളിൽ 4ലും വിജയിച്ച അവരുടെ നിലവിലെ ഫോം എതിരാളികളുടെ ഉറക്കം കെടുത്തുന്നതാണ്. 2ാം സ്ഥാനത്ത് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. വെറും 7 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 2 തോൽവിയുമായി 10 പോയിന്റുള്ള അവർക്ക് +1.101 എന്ന മികച്ച നെറ്റ് റൺ റേറ്റുമുണ്ട്. സന്തുലിതമായ ടീമും മികച്ച ഫോമും RCBയെ ഈ സീസണിലെ ഏറ്റവും അപകടകാരികളായ ടീമുകളിൽ ഒന്നാക്കി മാറ്റുന്നു. എന്നാൽ പോയിന്റ് പട്ടികയിൽ രാജാക്കന്മാരായി തലപ്പത്ത് വാഴുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. അവരുടെ പ്രകടനം അവിശ്വസനീയമാണ്. 7 മത്സരങ്ങൾ കളിച്ച അവർ 6ലും ആധികാരികമായി വിജയിച്ചു. തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ല. ഒരു മത്സരം ഫലമില്ലാതെ അവസാനിച്ചപ്പോൾ 13 പോയിന്റുമായി അവർ 1ാം സ്ഥാനം അലങ്കരിക്കുന്നു. +1.333 എന്ന സീസണിലെ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റും അവർക്ക് സ്വന്തമാണ്. പഞ്ചാബിന്റെ ഈ അശ്വമേധം തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. അവർ പ്ലേ ഓഫ് ടിക്കറ്റ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു.
ചുരുക്കത്തിൽ പഞ്ചാബ്, RCB, ഹൈദരാബാദ്, രാജസ്ഥാൻ എന്നീ ടീമുകൾ പ്ലേ ഓഫിലേക്ക് ഏറ്റവും വലിയ അവകാശവുമായി ഉന്നയിക്കുന്നു. ചെന്നൈയും ഡൽഹിയും ഗുജറാത്തും തൊട്ടുപിന്നിൽ പതിഞ്ഞിരിപ്പുണ്ട്. അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തുന്ന ഈ സൂപ്പർ ത്രില്ലർ IPL സീസണിൽ ഇനി എന്തും സംഭവിക്കാം. കിരീടത്തിലേക്കുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം പ്ലേ ഓഫിൽ കടക്കുമോ? ഈ പുതിയ പോയിന്റ് പട്ടികയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.